സ്റ്റേഷനിലെ ജാമ്യ നടപടികൾ പൂർത്തിയായോ? ഷൈൻ എപ്പോഴാണ് പുറത്തിറങ്ങുക? അഭിഭാഷകർക്കൊപ്പമാണോ തിരികെ പോവുക? ഷൈൻ ടോം ചാക്കോ ഒപ്പം വന്ന അഭിഭാഷകർക്കൊപ്പമായിരിക്കും തിരികെ പോവുക. ഷൈന്റെ അച്ഛനും അമ്മയും സഹോദരനും സ്റ്റേഷനിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. അവരാണ് ജാമ്യ വ്യവസ്ഥകളിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഷൈന്റെ അച്ഛനും അമ്മയുമാണ് ജാമ്യക്കാർ. അവർ ജാമ്യ രേഖയിൽ ഒപ്പിട്ട് സ്റ്റേഷനിൽ നിന്ന് മടങ്ങി അവർ തൃശ്ശൂരിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ സ്റ്റേഷനകത്ത് തന്നെയാണുള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. മാധ്യമങ്ങളോട് വലിയ പ്രതിഷേധത്തിലാണ് ഷൈൻ ടോം ചാക്കോ എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിലൊക്കെയുള്ള വലിയ നീരസം ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പുറത്തു വരുമ്പോൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കടന്നുപോയപ്പോൾ വളരെ ശാന്തരായി ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ വളരെ അച്ചടക്കത്തോടുകൂടിയാണ് അകത്തേക്ക് പോയത്. തിരികെ വരുമ്പോൾ ഏത് രൂപത്തിലായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കേസിൽ ജാമ്യമൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. അഭിഭാഷകർക്കൊപ്പം തന്നെയായിരിക്കും മടങ്ങിപ്പോവുക. പാലക്കാട് നിന്നാണ് ഈ അഭിഭാഷകർക്കൊപ്പം എത്തിയതെന്ന സൂചനകളുണ്ട്. നേരത്തെ തമിഴ്നാട്ടിലേക്കായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അതൊരു വല്ലാത്ത ഓട്ടമായി പോയി. ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നോട്ടീസ് ഇനിയും ഹാജരാകണമെന്ന നോട്ടീസ് നൽകിക്കൊണ്ടായിരിക്കുമല്ലേ ഷൈനെ പുറത്തുവിടുക? തീർച്ചയായും അക്കാര്യം നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ജാമ്യത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത ദിവസം ഹാജരാകാനുള്ള നോട്ടീസ് കൂടി നൽകും. വീണ്ടും ചോദ്യം ചെയ്യുക എന്നത് പോലീസിന്റെ തീരുമാനമാണ്. അതിന് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകി തന്നെ വിളിപ്പിക്കുക, അത് പോലീസ് നേരത്തെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ജാമ്യം നടപടികൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നോട്ടീസ് കൂടി നൽകിയായിരിക്കും വിടുക. അടുത്ത ദിവസം വീണ്ടും ഹാജരാകുക, വിശദമായി ചോദ്യം ചെയ്യുക. ആ നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. ഈ കേസിൽ 2 പ്രതികളാണുള്ളത്. നേരത്തെ ഷൈൻ ടോമിന്റെ മുറിയിൽ താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി മുഹമ്മദ് മുസൈനെ നേരത്തെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി 2ാം പ്രതിയായാണ് ആ റൂമിലുണ്ടായിരുന്ന മറ്റൊരാളെ പോലീസ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളെ കൂടി വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നത് സ്ഥിരീകരിക്കുക എന്നതാണ് പോലീസ് ആലോചിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സംശയം അവിടെ ലഹരി ഇടപാട് നടന്നു, സ്വയം ലഹരി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിവെച്ച് ഉപയോഗിച്ചു എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ തുടർ നടപടികളാണ് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും ആ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകും. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും. ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ രേഖകളടക്കം വിശദമായി പരിശോധിക്കും. ഇപ്പോൾ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മുന്നോട്ട് പോകാനും കഴിയും. അതുകൊണ്ട് തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ വീണ്ടും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വിളിപ്പിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ശരി ബിനിൽ, ജാമ്യ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ഉടൻ തന്നെ പുറത്തിറങ്ങും. നോട്ടീസ് വീണ്ടും ഹാജരാകണമെന്ന നോട്ടീസ് അടക്കം നൽകിയാണ് ഷൈനെ പുറത്തുവിടുക. രാവിലെ 10 മണിക്കാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായത്. ഇപ്പോൾ പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും ഷൈൻ ടോം ചാക്കോ ഉത്തരം നൽകിയിട്ടുണ്ട്.